അപ്പുവും ആദുവും പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറും. അച്ഛാ പ്ലീസ് അച്ഛാ, എനിക്ക് ഇത്തിരി നേരം വീഡിയോ ഗെയിം കളിക്കാൻ തരുമോ? ലോക്ക്ഡൗൺ സമയത്ത് ബോറടിച്ചിരിക്കുന്ന ആദു മൊബൈൽ ഫോണിനായി അച്ഛനെ സോപ്പിടുകയാണ്. അതുവാ, നമ്മൾക്ക് വേറൊരു കളി കളിക്കാം. അപ്പു ആദുവിനെ വിളിച്ചു. ആദുവിന്റെ ജ്യേഷ്ഠനാണ് അപ്പു. ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം, നീ ഇതിന്റെയൊക്കെ പേര് പറയണം. ആദ്യം അപ്പു ആദുവിന് ഒരു പേന കാണിച്ചു കൊടുത്തു. അത്യുത്സാഹത്തോടെ ആദു മറുപടി പറഞ്ഞു. പെൻ. അടുത്തത് അപ്പു ബുക്ക് കാണിച്ചു. BOOK ബുക്ക്. ആദുവിന്റെ താല്പര്യം വർദ്ധിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അച്ഛൻ മക്കളോട് ചോദിച്ചു, ഈ പേരിനെ കുറിക്കുന്ന വാക്കിന് ഇംഗ്ലീഷിൽ എന്ത് പറയുമെന്നറിയുമോ? അപ്പുവിന്റെ ഉത്തരം പെട്ടെന്നായിരുന്നു. ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ ആളിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദത്തെ നൗൺ എന്ന് പറയുന്നു. രമ, അപ്പു, ഡൽഹി, ബാഗ് ഇതെല്ലാം നൗണിന് ഉദാഹരണമാണ്. അച്ഛൻ തുടർന്നു, ഇനി ഞാൻ 2 വാക്കുകൾ പറയാം. ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താമോ? ട്രൂത്ത്, കാർ. കാർ ഒരു വാഹനമാണ്. അത് പറഞ്ഞു. അപ്പോൾ ട്രൂത്ത്, അത് നമുക്ക് കാണാൻ സാധിക്കുമോ? അച്ഛൻ ചോദിച്ചു. സത്യം നമുക്ക് പറയാനല്ലേ പറ്റൂ. അത് സംശയിച്ചു. അതെ, കാണുവാനോ സ്പർശിക്കുവാനോ കഴിയാത്ത വസ്തുക്കളുടെ പേരിനെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നു. കാണാൻ സാധിക്കുന്നവയെ കോൺക്രീറ്റ് നൗൺ എന്നും പറയുന്നു. അപ്പുവിന് കുറച്ച് അബ്സ്ട്രാക്ട് നൗൺ പറയാമോ? ഫിയർ, ബ്യൂട്ടി, ലക്ക്. അപ്പു പറഞ്ഞു. ഇനി ഞാൻ 2 സെന്റൻസ് പറയാം. അരുൺ ഈസ് ദ ഫാദർ ഓഫ് അപ്പു. ഹീസ് എ ടീച്ചർ. ഇവിടെ ഹീ ആരാണെന്ന് പറയൂ. അത് പറഞ്ഞു. അപ്പു ആദുവിനെ തിരുത്തി. അരുൺ എന്ന് ആവർത്തിച്ചു പറയുന്നതിന് പകരമാണ് ഹീ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നൗണിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകളെ പ്രോനൗൺ എന്ന് പറയുന്നു. ഐ, ഹി, ഷീ, ദേ, യു, ഇറ്റ് ഇങ്ങനെയുള്ള വാക്കുകൾ. ലുക്ക് അറ്റ് ആദു, ഹീസ് പ്ലേയിങ്. ഇത് കേട്ട് ദേഷ്യം വന്ന ആദു പിണങ്ങി ഓടിപ്പോയി. ആദു, ഡോണ്ട് റൺ. അച്ഛൻ കളിയാക്കിയതിലുള്ള ആദുവിന്റെ ദേഷ്യം മാറുന്നില്ല. അപ്പു, ഗോ ആൻഡ് കാൾ ആദു. അപ്പു പോയി ആദുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛൻ എന്താ ഞാൻ കളിക്കുവാണെന്ന് പറഞ്ഞ? അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ. ഇനി ആദുമോൻ പറ, അച്ഛൻ എന്ത് ചെയ്യുവാനാണ് അപ്പുവിനോട് പറഞ്ഞത്? എന്നെ വിളിക്കാൻ. ആദു അച്ഛന്റെ മടിയിൽ കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു. യെസ്, ടു കാൾ ആദു. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തെ വെർബ് എന്ന് പറയുന്നു. കാൾ, റീഡ്, റൈറ്റ്, ജംപ്, ഡാൻസ് ഇവയെല്ലാം വെർബാണ്. ഇന്ന് നിങ്ങൾ ചെയ്ത കുറച്ച് വെർബ് പറയാമോ? അപ്പു വിരലുകൾ നിവർത്തി എണ്ണി പറയാൻ തുടങ്ങി. രാവിലെ ഞങ്ങൾ പഠിച്ച്, പത്രം വായിച്ച്, പിന്നെ ഞങ്ങൾ പടം വരച്ചു. റീഡ് ന്യൂസ് പേപ്പർ. ഓ, യു സ്റ്റഡീഡ്. യു ഡ്രോ പിക്ചർ. അപ്പു, നമ്മൾ മരത്തിൽ കേറിയില്ലേ? അത് ഇടപെട്ടു. ഓ യെസ്, യു ക്ലൈംബ് ദ ട്രീ. മിടുക്കന്മാർ. നിങ്ങൾ ഈ പറഞ്ഞതിൽ വെർബ്സ് ഏതൊക്കെയാണെന്ന് പറയാമോ? അപ്പുവിന് ഉത്സാഹം കൂടി. റീഡ്, സ്റ്റഡി, ക്ലൈംബ്, ഡ്രോ. പ്രത്യേക താളത്തിൽ അപ്പു ഉത്തരം പറഞ്ഞു. ഉത്തരം പറയാൻ അവസരം കിട്ടാത്തതിൽ ആദു മുഖം വീർപ്പിച്ചു. ആദുവിന്റെ പിണക്കം കണ്ടപ്പോൾ അച്ഛൻ സ്നേഹത്തോടെ പറഞ്ഞു, ആദു ഈസ് എ ഗുഡ് ബോയ്. കുലുങ്ങി ചിരിച്ചുകൊണ്ട് അല്പം അഭിമാനത്തോടെ അവൻ അപ്പുവിനെ നോക്കി. അച്ഛൻ പറഞ്ഞത് കേട്ടോ എന്ന ഭാവത്തിൽ. എന്നിട്ട് പറഞ്ഞു, വൗ, ഐ ആം എ ഗുഡ് ബോയ്. അപ്പുവിന്റെ മുഖത്ത് പിണക്കം തെളിഞ്ഞു വരുന്നു. പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നം വഷളാകുമെന്ന് മനസ്സിലാക്കിയ അച്ഛൻ അപ്പുവിനെയും അടുത്ത് വിളിച്ചു പറഞ്ഞു, അപ്പു ഈസ് എ സ്മാർട്ട് ബോയ്. ഇത് കേട്ടപ്പോൾ അപ്പു നെഞ്ചും വിരിച്ചു പറഞ്ഞു, I am a smart boy. I am good. I am smart. I am good. I am smart. I am good. I am smart. I am good.
രണ്ടുപേരും പരസ്പരം ഇത് പറഞ്ഞ് വഴക്കായി. സ്മാർട്ട്, ഗുഡ്, ഇതിലേതാണ് വലുതെന്നായി ഇപ്പോൾ തർക്കം. ഈ ഗുഡും സ്മാർട്ടും ആരെ വിശേഷിപ്പിക്കാനാ പറഞ്ഞേ? അച്ഛന്റെ ചോദ്യം എത്തി. ഞങ്ങളെ. രണ്ടുപേരും ഒരുമിച്ച് മറുപടി പറഞ്ഞു. അതെ, അപ്പുവിനെയും ആദുവിനെയും. ഇങ്ങനെ നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഗുഡ്, സ്മാർട്ട് ഇവ രണ്ടും അഡ്ജക്റ്റീവ്സ് ആണ്. ലോക്ക്ഡൗൺ പാചക പരീക്ഷണത്തിലായിരുന്ന അപ്പുവിൻ്റെയും ആദുവിൻ്റെയും അമ്മ സ്വയം പരീക്ഷിച്ച ലഡുവുമായി ഇവരുടെ ഇടയിലെത്തി. കൊതിയോടെ ലഡു ചാടിയെടുത്ത് ആസ്വദിച്ച് തിന്ന് അപ്പുവും ആദുവും. പരീക്ഷണ ഫലം അറിയാനായി ആകാംക്ഷയോടെ അമ്മ അവരുടെ മുഖത്തേക്ക് നോക്കി. സ്വീറ്റ് ലഡു, ആദു ആസ്വദിച്ചു പറഞ്ഞു. ലവിങ് മദർ, അപ്പു കൂട്ടിച്ചേർത്തു. അച്ഛൻ ഒരു ലഡു എടുത്ത് രുചിച്ചു നോക്കി. അരെ വാ, വാട്ട് എ ഡെലീഷ്യസ് ഫുഡ് ഈസ് ദിസ്, യു ആർ എ ടാലന്റഡ് കുക്ക്. ആശ്വാസം, ഇതെങ്കിലും ഒന്ന് അംഗീകരിച്ചല്ലോ. പുഞ്ചിരിയോടെ ഇങ്ങനെ പറഞ്ഞ് പരീക്ഷണം വിജയിച്ച ശാസ്ത്രജ്ഞയുടെ അഭിമാനഭാവത്തോടെ അമ്മ അടുക്കളയിലേക്ക് പോയി. അപ്പുവിൻ്റെയും ആദുവിൻ്റെയും ലഡു തീറ്റി അവസാനിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ലഡു? അച്ഛൻ ചോദിച്ചു. സ്വീറ്റ് ആൻഡ് ഡെലീഷ്യസ്, ഉത്തരം പെട്ടെന്നായിരുന്നു. അപ്പൊ അമ്മയോ? Loving, caring and talented. അതെ, അപ്പോ ഈ വാക്കുകളൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ്. ആദ്യം എഴുന്നേറ്റ് അച്ഛൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ടി വിയിൽ ബിഗിൽ കാണാൻ സമയമായെന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടം. പുറകെ അപ്പു. ഇത്രയും നേരമെങ്കിലും ഇരുന്നല്ലോ എന്ന ആശ്വാസത്തിൽ അച്ഛൻ അവരെ നോക്കിയിരുന്നു.